കർശന നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോകുന്നതാണ്. വലിയ വീഴ്ചയല്ലേ സംഭവിച്ചത്? കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് ഇന്നലെ ADGP തന്റെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ 50 പോലീസുകാരെയാണ് അവിടെ വിന്യസിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൻ്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്ര ബലമായിട്ട് നമ്മൾ അവിടെ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുള്ളത്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഈ റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് അപ്പോൾ 8 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴാണ് റെയ്ഡ് ഈ അക്രമം നടക്കുന്നത്. അതെ, പോലീസ് അതുകൊണ്ട് തന്നെയല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം. അതിലേക്ക് ആവശ്യം നമ്മൾ സ്വീകരിക്കുന്നതാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ എല്ലാവരും പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വിഷയത്തിലും കൂടെ ഞങ്ങൾ എന്ത് സംഭവം ഞങ്ങൾ തന്നെ അത് നമ്മൾ വിശ്ലേഷിക്കും. അതിലുള്ള അനുഭവങ്ങൾ നമ്മൾ കേൾക്കും. മുന്നോട്ട് നമ്മുടെ അവരുടെ DCPമാരുടെ ചുമതല അവർ ചെയ്യുന്നതാണ്. അതിലേക്ക് അവരുടെ ചുമതല ആക്ച്വലി ചെയ്യേണ്ടത് ഇതിനൊക്കെ. അല്ല, ഇതിന്റെ ഇപ്പോഴത്തെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. അതിൽ ഉചിതമാക്കുന്നു മാത്രമല്ല. അതിന്റെ നമ്മളെ ഡീറ്റെയിൽസ് നമുക്ക് അന്വേഷണ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അല്ല, ഞങ്ങൾ വി ഹാവ് ഡിപ്ലോയ്ഡ് മോർ ദാൻ 300 persons ഇന്നലെ അവിടത്തേക്ക്. ആ സമയത്ത് ടോട്ടൽ ഇന്നലെ ഈ സംഭവത്തില് 300ഓളം പേര് ഡിപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ വീട്ടിന് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിന് മുന്നിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്? അതിന്റെ അങ്ങനെയല്ല. അതിന് വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. സംഭവിച്ചിട്ടുണ്ട്. We have taken case and we are going to investigate it properly and arrest all the persons who are responsible. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.